ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ബോ വേൾഡ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ, എങ്ങനെയാണ് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കാന്ന്. നമ്മളിന്ന് ചെയ്യുന്നത് ഈ പ്ലെയിൻ സിൽവറിൻ്റെ ഹെയർ ബോ, അതായത് കുറച്ച് വീതിയുള്ള ഹെയർ ബോ ആണത്, മെറ്റൽ ഹെയർ ബോ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഒരു പഴയതാണെങ്കിലും യൂസ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ ഈ ഹെയർ വൈന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം യൂസ് ചെയ്യില്ലല്ലോ. പ്രാവശ്യം ഉണ്ടാക്കി ഒന്ന് രണ്ട് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ, അത് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മക്കൾക്ക് എന്നും ഹെയർ ബോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോണത്. ഞാനിത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, ഹെയർ വൈന്. അപ്പോൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് അധികം ഒന്ന് രണ്ട് ഫംഗ്ഷന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. ഇതുണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് കയറി കാണാം കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നേരിൽ കാണാൻ. ഈ ഫോട്ടോയ്ക്ക് അതിൻ്റെ ഭംഗി കിട്ടുന്നില്ല. ശരിക്കും നല്ല രസമുള്ളൊരു ഹെയർ വൈനായിരുന്നു. കുറേ പേര് എൻക്വയറി ചെയ്തുള്ളൊരു ഹെയർ വൈനായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ അതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഹെയർ വൈനായിട്ട് എടുത്തതുകൊണ്ട്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഏതായാലും ഉണ്ടാക്കിയതായതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഹെയർ വൈൻ ആയതുകൊണ്ട് ഞാൻ രണ്ട് സൈഡിലും ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിൽ കൂടെ കടത്തി വിടാൻ പറ്റുമോ നോക്കാം നമുക്ക് ഈ ഹെയർ ബോനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹെയർ ബോ കടത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ സൈഡിക്കും ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതും കടത്തി വിടുന്നുണ്ട്. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഗിയർ വയർ യൂസ് ചെയ്തിട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വല്ല ബീഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗിയർ വയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ എനിക്കിത് ഇത്രയും തന്നെ മതിയെന്ന് തോന്നുന്നു. ഇത് തന്നെ സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കൊളായാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മളെടുക്കുന്നത് ഇതുപോലെ ഗിയർ വയറാണ് കേട്ടോ. ഞാനിപ്പോൾ സിൽവർ ആയതുകൊണ്ട് സിൽവർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്താ ഒരു പീസ്, ഇത് മുഴുവൻ ചുറ്റിയെടുക്കാൻ പറ്റുന്ന അത്രയും പീസ് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളെടുത്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ ഹോളിലേക്ക് കയറ്റി കൊടുത്തതിൻ്റെ ശേഷം ബാലൻസ് കട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിഞ്ഞു പോരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ അല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ലെങ്ത്ത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ അറിയാം നമുക്ക്. ഓക്കെ, ഇത് കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതാ ഗിയർ വയറിൻ്റെ ഒരു പോർഷൻ ഈ ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ഗിയർ വയറിൻ്റെ ഹോളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്ത് കൂടെ എടുത്തിട്ട് അതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിഭാഗത്ത്. കുട്ടികളുടെ മേലൊന്നും തറയ്ക്കാത്ത രീതിയിൽ, കുത്തി തറയ്ക്കാത്ത രീതിയിൽ വേണം നമ്മളിത് ചുറ്റി കൊടുക്കാൻ. തലയിൽ വയ്ക്കുമ്പോൾ അവരെ തലയിൽ തറഞ്ഞ് കയറരുത് കേട്ടോ. കാരണം ഇത് പുറത്തേക്കായിട്ട് ഇങ്ങനെ ആയി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ചുറ്റി കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഇതിക്കിട്ട് കെട്ടി കൊടുക്കുകയാണ് ഓരോ പോർഷനിലും. നല്ല വൃത്തിയായിട്ട് വേണം കേട്ടോ, കാണുമ്പോൾ വൃത്തികേടായിട്ട് കാണുന്ന രീതിയിൽ ചെയ്യരുത്. നല്ല വൃത്തിയായിട്ട് ചുറ്റി കൊടുക്കുക. ഓക്കെ, കണ്ടോ ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതൊരു പാറ്റേണിൽ ചുറ്റുകയാണെങ്കിൽ അതൊരു ഡിസൈനായിട്ട് മാറും. അപ്പോൾ നല്ല വൃത്തിയിൽ ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വെച്ച് ചുറ്റി കൊടുത്തോളൂ കേട്ടോ. കണ്ടില്ലേ, ഞാൻ അങ്ങനെ ചുറ്റി വരികയാണ്.
പക്ഷേ ഫോണിൽ കാണുന്നതിനേക്കാളും സംഭവം നേരിട്ട് കാണാനായിട്ട് ഭംഗി. ഫോണിലധികം ഭംഗി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ. നമ്മളിത് ഹെയർ വൈൻ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിത് ഓക്കെ ഹെയർ വൈൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അത് ഓൾറെഡി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഹെയർ വൈൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് കാണാം. പിന്നെ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധികം ഗിയർ വയറൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ടാണ് ചുറ്റി കൊടുത്താൽ നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. പിന്നെ ഒക്കെ പിടിച്ച് പൊട്ടിച്ച് വരുന്ന മക്കളൊക്കെ അല്ലേ, ചില കുട്ടികൾക്ക് എന്തുണ്ടാക്കി എന്ത് ഹെയർ ബാൻഡ് ആണെങ്കിലും ഒരു ദിവസം കൊണ്ട് തന്നെ പരിപ്പിളക്കി കൊണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത്ര പെട്ടെന്നൊന്നും പരിപ്പിളക്കാൻ പറ്റില്ല. അത്യാവശ്യം ഈടുണ്ടാവും. കാരണം ഇത് പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, അത്ര പെട്ടെന്നൊന്നും സാധിക്കില്ല. അപ്പോൾ ഓക്കെ, നമ്മുടേത് ഓൾമോസ്റ്റ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് അടിഭാഗത്തേക്ക് ആക്കുന്നതിന് മുമ്പ് ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ ബാലൻസ് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഈ ഇവിടുത്തെ ഹോളില്ലേ, നമ്മുടെ ഹെയർ വൈൻ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഹോൾ, ഇതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ട ഹോളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് താഴത്തേക്ക് വലിക്കുന്നുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് വലിക്കുന്നില്ല. ഇവിടെ ഈ പോർഷൻ കുറച്ച് നിർത്തിയിട്ട് വലിക്കുന്നിട്ട് രണ്ടും കൂടിയിട്ട് പിരിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും അവർ കിട്ടിട്ട മാതിരി സെക്യൂർ ആയിരുന്നോളും. ഓക്കെ, കണ്ടില്ലേ, ഇതിൻ്റെ തലയും ഈ തലയും കൂടിയിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. നന്നായി ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ ബാലൻസ് നിൽക്കുന്ന ഈ ഓവറായിട്ട് നിൽക്കുന്ന കമ്പിയില്ലേ പുറത്തേക്ക്, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് കുട്ടികളുടെ തലയിൽ കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. നമ്മളെ ഇത് തിരിക്കാനുള്ള പ്ലയറൊക്കെ ഉണ്ട് കേട്ടോ, അതുണ്ടെങ്കിൽ അത് വെച്ച് തിരിച്ചോളൂ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ സിസർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ തിരിക്കുമ്പോഴേ, എൻ്റെ കയ്യിൽ 5mm ഗിയർ വയറാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല മുറുക്കാണ്, അതുകൊണ്ട് ഇങ്ങനെ പിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന കാര്യത്തിനൊക്കെ കുറച്ചും കൂടി നല്ലത് 5mm ഒക്കെ കേട്ടോ. ഒന്നുകൂടി നല്ല ബലത്തിൽ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. നമുക്കിത് ഒന്നും കൂടി ഇങ്ങനെ അമ്പിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികൾ തലയിൽ കുത്തി കയറും. കാണാത്ത രീതിയിൽ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ഇത് ചുറ്റിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം വൃത്തിയായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവും. അതതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുത്താൽ അതൊരു വൃത്തിയായിട്ട് ഇരുന്നോളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാൻ ആക്കുന്ന ടൈമിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇത് കിട്ടുന്ന ടൈമിൽ നമ്മളെ ഹെയർ വൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ, നല്ല ഭംഗിയാണ്. ഡയറക്റ്റ് കാണാനാണ് കൂടുതൽ ഭംഗിയുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫോട്ടോസ് അയയ്ക്കുക. കണ്ടില്ലേ, നല്ല രസമാട്ടോ. കുട്ടികളുടെ തലയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.